ഡൽഹിയിലേക്ക് പോയാൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിനായി മുൻനിര നേതാക്കൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ബിജെപിക്കായി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ 2 റാലികൾ ഇന്ന് അഭിസംബോധന ചെയ്യും. അതേസമയം കോൺഗ്രസിനായി മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിന് ഇറങ്ങാത്തതും ഇപ്പോൾ അവിടെ ചർച്ചയാകുന്നുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ് പരസ്പരം പഴിക്കാൻ പാർട്ടികൾ കളത്തിലിറക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം പുരാണകഥയിലെ വില്ലൻ കഥാപാത്രങ്ങളെയും പരസ്പര വിമർശനങ്ങൾക്കായി പാർട്ടികൾ കൂട്ടുപിടിക്കുന്നു. രാവണന്റെ പിൻഗാമികളാണ് ബി.ജെ.പി. പ്രവർത്തകരെന്ന ആം ആദ്മി പാർട്ടിയുടെ ആരോപണം ഇതിനുദാഹരണമാണ്. ആം ആദ്മി പാർട്ടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വിശേഷണവും ചർച്ചയാവുകയാണ്. ആപ്ത പാർട്ടി അഥവാ ദുരന്ത പാർട്ടി എന്നാണ് നരേന്ദ്രമോദി പ്രചാരണത്തിലാകെ ആം ആദ്മി പാർട്ടിക്ക് നേരെ ഉപയോഗിക്കുന്നത്. ഡൽഹിയിൽ നേർക്കുനേരെയുള്ള പോരാട്ടം ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയും തമ്മിലാണ്. പോസ്റ്റർ പോര്, AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ട്രോളുകൾ തുടങ്ങിയവയും പ്രചാരണ രംഗത്ത് സജീവമാണ്. കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി മാത്രമാണ് നിലവിൽ പ്രചാരണത്തിനിറങ്ങിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരുടെ സാന്നിധ്യവും പ്രചരണ രംഗത്ത് വേണമെന്ന ആവശ്യവും ഡൽഹി കോൺഗ്രസിൽ ഉയരുന്നു. മോദി പ്രഭാവം തന്നെയാണ് ഡൽഹിയിലും ബി.ജെ.പിയുടെ പ്രതീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളത്തിലിറങ്ങുന്നതോടെ പ്രചാരണ രംഗം കൊഴുക്കും. 24 ഡൽഹി. അപ്പോൾ അതാണ് ഡൽഹിയിലെ ഇലക്ഷൻ വിശേഷങ്ങൾ.